ഫണ്ടമെന്റൽസ് ആൻഡ് ബേസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ 7 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ. നമ്മളൊരു ഡിസൈൻ ചെയ്തു വയ്ക്കുമ്പോൾ അത് നമുക്ക് തോന്നിയ പോലെ ചെയ്തു വയ്ക്കാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ ഡിസൈൻ ലുക്കിലും പർപ്പസിലും സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈനാണ് ഏതൊരു ഡിസൈൻ്റെയും അടിത്തറ. നമുക്കറിയാം, അടിത്തറയില്ലാത്ത ഏതൊരു വർക്കും ശാശ്വതമായിരിക്കില്ല. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന പല ഡിസൈൻസിലും ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഏതെങ്കിലുമൊക്കെ കറക്റ്റ് ആവുകയും അതുകൊണ്ടത് നല്ലതായിട്ട് തോന്നുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നമ്മൾ മാറുമ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് എല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് ആപ്ലിക്കബിൾ ആകുന്ന ധാരാളം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിൽ മിക്കതും അങ്ങടും ഇങ്ങടും ബന്ധപ്പെട്ടും കിടക്കുന്നു. പക്ഷേ ഗ്രാഫിക് ഡിസൈൻ ഫീൽഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 7 ഫണ്ടമെൻ്റൽ ഡിസൈൻ പ്രിൻസിപ്പിളാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ വിഷ്വൽ ഹൈറാർക്കി. നമ്മൾ വിഷ്വലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ യൂസറിന് നൽകുമ്പോൾ അതിൽ പല ഇൻഫർമേഷനും പല പ്രയോറിറ്റീസ് ആയിരിക്കും. അല്ലെങ്കിൽ ഓരോ ഫാക്റ്റിനും ഓരോ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ആയിരിക്കും. ചില ഡേറ്റകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൂടുതലും ചിലത് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുമായിരിക്കും. നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഡേറ്റയ്ക്ക് അല്ലെങ്കിൽ ഫാക്റ്റുകൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അതായത് ഏറ്റവും കൂടുതൽ ഫോക്കസ് കിട്ടേണ്ട ഇൻഫർമേഷന് അത് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഡിസൈനിൽ ഉറപ്പുവരുത്തണം. ഇതിനെയാണ് വിഷ്വൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. അതായത് ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് അല്ലെങ്കിൽ പ്രയോറിറ്റിയാണ്. വിഷ്വൽ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആ ഡിസൈനിലുള്ള ഓരോ ഇൻഫർമേഷനെയും നമ്മൾ റാങ്ക് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസറുടെ അറ്റൻഷനും ടൈമും വളരെ വിലപ്പെട്ടതാണ്. അവർക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ആ ക്രിയേറ്റീവിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഡിസൈനിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് ഒരുപാട് സമയം എടുക്കുന്നുവെങ്കിൽ അവർ അതിന് മെനക്കെടാനായിട്ട് നിൽക്കില്ല. കാരണം ഒരു വ്യക്തിയുടെ അറ്റൻഷൻ സ്പാൻ അത്രയ്ക്ക് ചെറുതാണ്. അപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് ഡേറ്റയാണ് ആദ്യം യൂസറിലേക്ക് എത്തിക്കേണ്ടത് എന്നത് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ധാരണ വേണം. അതായത് നമ്മുടെ ഡിസൈനിനെ പറ്റിയിട്ടുള്ള ഒരു ലേഔട്ട് നമ്മുടെ മനസ്സിൽ ആദ്യം വേണം. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഒരു പ്ലാൻ ഇല്ലാതെ ഒരു നല്ല ബിൽഡിംഗ് പണിയാൻ സാധിക്കില്ല എന്നതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഹൈറാർക്കി ലേഔട്ട് ഇല്ലാതെ ഒരു ഡിസൈൻ ഒരിക്കലും സക്സസ് ആവില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു എക്സാമ്പിളിലൂടെ ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചു പോകാം. എക്സാമ്പിളിലൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോന്നിലും ഓരോ പ്രിൻസിപ്പിളും എങ്ങനെയാണ് ഒരു ഡിസൈനിൽ ചേഞ്ച് വരുത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡമ്മി ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് awarshop.com എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടലാണ്. അതായത് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദീപാവലി ഓൺലൈൻ സെയിൽസിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പോസ്റ്റർ അവർക്ക് ആവശ്യമുണ്ട്. അതിലവരുടെ ഈ സെയിൽസ് ഇവൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ദീപാവലി ധമാക്ക സെയിൽസ് എന്നാണ്. അതേപോലെ ഇത് നടക്കുന്നത് നവംബർ 11 തൊട്ട് നവംബർ 20 വരെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% ഓഫ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 80% എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓഫറാണ്. അപ്പോൾ അതാണ് അവരുടെ മെയിൻ അട്രാക്ഷൻ പോയിന്റ്. അതേപോലെ അവരുടെ സൈറ്റിലെ പ്രീമിയം മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ അവർക്ക് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യും. അതുകൂടാതെ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ദീപാവലി ഫാമിലിയുടെ കൂടെ ആഘോഷിക്കുക, അതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഓഫറൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദീപാവലിയിൽ അവരും കൂടി ഒരു പാർട്ടാവുകയാണ്. പിന്നെ അത് കൂടാതെ ടേംസ് ആൻഡ് കണ്ടീഷൻ കൂടി ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ക്ലയൻറ്റ് തന്നിട്ടുള്ള അത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാനിവിടെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്ത് ഡിസൈനാണ്, ഇതിനൊക്കെ ഒരു ഡിസൈൻ എന്ന് പറയാനായിട്ട് പറ്റുമോ എന്നുള്ളത്. കാരണം എനിക്കറിയാം അത്രയ്ക്ക് വൃത്തികേടായിട്ടാണ് ഇത് കിടക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ കാണുന്ന shop.com എന്നുള്ള കാര്യം മാത്രമാണ്. അതുകൂടാതെ ദിവാലി ധമാക്ക സെയിൽസ് എന്നുള്ളതും അതേപോലെ താഴത്തെ ആ നീല മെസ്സേജൊക്കെ നമ്മൾ വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കണ്ണടിച്ചു പോകുന്നുള്ള രീതിയിലുള്ളൊരു കോൺട്രാസ്റ്റും കളർ സെലക്ഷനും ഒക്കെയാണ് അവിടെ വന്നേക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു ഡിസൈനാണിത്. അപ്പോൾ നമുക്കിതിൽ ഓരോരോ ഡിസൈൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ബെറ്റർ ആകും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് വിഷ്വൽ ഹൈറാർക്കിയാണ്. അപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളുടെ ക്ലയൻറ്റ് തന്നേക്കുന്ന റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദിവാലി ധമാക്ക സെയിൽസ് എന്ന് പറയുന്ന അവരുടെ ഇവൻറ്റിനാണ്.
അതിൻ്റെ പ്രൊമോഷൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വർക്ക് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ നെക്സ്റ്റ് അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് 80% ഓഫ് വരുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ കണ്ടാൽ തന്നെ ഇത് കാണുന്ന ആ യൂസറിന് ഇതിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് അവർ ഇതിൽ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്നാണ് ഇത് നടക്കണേ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നവംബർ 11 ടു നവംബർ 20 വരെ എന്നുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റിന് അവരുടെ യൂസറിൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ട ഒരു മെസ്സേജും അതേപോലെ തന്നെ നിങ്ങൾ പ്രീമിയം മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അവർ മാൻഡേറ്ററി ആയതുകൊണ്ട് മാത്രം വച്ചേക്കുന്നതാണ്. അത് ആൾക്കാർ നോട്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് സാധാരണ വരണേക്കാൾ വളരെ കുറഞ്ഞൊരു പ്രയോറിറ്റിയിൽ മാത്രം ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ എന്നുള്ള കാര്യം വെച്ചാൽ മതി. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലോഗോ ആണ്. ആ ബ്രാൻഡിങ്ങിന് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിനൊരു ആവറേജ് ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാനിതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി. ദിവാലി ധമാക്ക സെയിൽസ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് ലൈൻസിലോട്ട് മാറ്റി. അതേപോലെ സ്പേസ് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ awarshop.com എന്നുള്ളത് നമ്മൾ ചെറുതാക്കി ആ മൂലയിലേക്ക് മാറ്റി വെച്ചു. അതേപോലെ തന്നെ അവരുടെ ആ മെസ്സേജ് കുറച്ച് കൂടുതൽ സ്പേസ് എടുക്കണ്ടായിരുന്നു. അതിന് അത്ര ഇമ്പോർട്ടൻസ് ആവശ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ ലൈൻ ഹൈറ്റ് ചെറുതായിട്ടൊന്ന് കുറച്ചു. ഇപ്പോൾ നമ്മുടെ ഹൈറാർക്കി ഓർഡർ എന്താണെന്നുള്ളത് തീരുമാനമായിട്ടുണ്ട്. ഈ ഹൈറാർക്കി എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുമ്പോഴും ഇമ്പ്രൂവ് ആയിട്ട് വരും. സോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ആൻഡ് കളറാണ്. അപ്പോൾ അതുപയോഗിച്ച് എങ്ങനെ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.